ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ സിഫത്തു സ്വലാത്ത്, നമസ്കാരത്തിൻ്റെ രൂപവും രീതിയും വിശദീകരിക്കുന്ന ഹദീസുകളാണ് വിശദീകരിക്കുന്നത്. അതിൽ അബ്ദുല്ലാഹിബ്നു ബുഹൈനയിൽ നിന്നുള്ള ഹദീസാണ് അല്ലേ കഴിഞ്ഞ ഇതിൽ വിശദീകരിച്ചത്. അബ്ദുല്ലാഹിബ്നു ബുഹൈനയിൽ നിന്ന് അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ അല്ലേ രണ്ട് മിർഫക്കുകളും അകറ്റിപ്പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസ്. ഇനി അടുത്തത് ഏതാനും ഹദീസുകൾ. ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാണ്, ഒന്നാമത്തെ ഹദീസ് അൻ ബറാ ഇബ്നു ആസിബിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സജദ്ത ഫദഅ കഫൈക വർഫഅ മിർഫഖൈക. അല്ലേ റവാഹു മുസ്ലിം അല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സജദ്ത നീ സുജൂദ് ചെയ്താൽ ഫദഅ നീ വെക്കണം കഫൈക് നിൻ്റെ ഇരു കഫുകളും, കഫുകൾ എന്ന് പറഞ്ഞാൽ മുൻകൈകൾ, വർഫഅ നീ ഉയർത്തണം മിർഫഖൈക് നിൻ്റെ മുട്ടുകൾ, നിൻ്റെ ഇരു മുട്ടുകളെയും. മിർഫഖൈക എന്ന് പറഞ്ഞാൽ നിൻ്റെ ഇരുമുട്ടുകൾ, കഫൈക എന്ന് പറഞ്ഞാൽ നിൻ്റെ ഇരു കൈകൾ, കൈകൾ എന്ന് പറഞ്ഞാൽ കഫ് മുൻകൈകൾ. എട്ടവയവങ്ങളിലാണ് സുജൂദ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആ എട്ടവയവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബ്ഹത്ത് എന്ന് പറഞ്ഞ് അനഫിലേക്ക് ഇങ്ങനെ ഇഷാറത്ത് ചെയ്ത്, എന്നിട്ട് പിന്നെ റസൂൽ പറഞ്ഞ യദൈൻ ഇരു കൈകൾ. അപ്പോൾ യദൈൻ എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കഫൈനിയാണ്. അപ്പോൾ അറബി ഭാഷയിൽ യദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ കഫിന് പറയും, ഈ കഫിന് മാത്രം യദ് എന്ന് പറയും. അതിനുള്ള തെളിവാണിത്. കണ്ടോ, ഫദഅ കഫൈക നിൻ്റെ ഇരു കഫുകൾ വെക്കുന്നതാണ്. അപ്പോൾ കഫുകളാണ് നിലത്ത് വെക്കേണ്ടത്. അപ്പോൾ യദ് എന്ന് പറഞ്ഞെങ്കിൽ അത് എന്തിനു പറയും? കഫിന് പറയും, മുൻകൈയിന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, അസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ, മോഷ്ടിച്ച ആണിൻ്റെയും പെണ്ണിൻ്റെയും കൈകളെ നിങ്ങൾ വെട്ടണം എന്നാണ്. അപ്പോൾ കൈ എവിടുന്ന വിട്ട? ഫഖ്തഉ ഐദിയഹുമ എന്നാണ്, അവരുടെ കൈകൾ വെട്ടണം എന്നാണ്. കൈകൾ ഇവിടുന്നല്ല വിട്ട, പിന്നെ ഇവിടുന്നാണ് വിട്ട്. കാരണം യദ് എന്ന് ആർക്ക് പറയും? കഫിന് പറയും, മുൻകൈയിന് പറയും. ഇദാ സജദ്ത ഫദഅ കഫൈക് നിൻ്റെ കഫുകൾ രണ്ടും നീ വെക്കണം, അത് നിലത്ത് വെക്കണം. വർഫഅ നീ ഉയർത്തണം മിർഫഖൈക് നിൻ്റെ ഇരു കൈ മുട്ടുകളെയും. അപ്പോൾ കൈമുട്ടുകളെ ഉയർത്തിയിട്ട് കഫാണ് വെക്കേണ്ടത്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹദീസിൻ്റെ റാവി അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു. അൽ ബറാ ഇബ്നു ആസിബ് നമുക്ക് വന്ന റാവിയ വന്നുകണ അബു ഉമാറയാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. ബറാ ഇബ്നു ആസിബ് അൽ ഔസിയാണ്. അദ്ദേഹം ഔസ് ഗോത്രക്കാരനാണ്, അൻസാരിയാണ്, മദനിയാണ്. ഹിജ്റയുടെ 72 അദ്ദേഹം മരണപ്പെടുന്നത്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു 72 74 ഒരു ഇഷ്കാലുണ്ട്, ഒന്നുകിൽ 72 അല്ലെങ്കിൽ 74. ബറാ ഇബ്നു ആസിബ് അബു ഉമാറ അൽ ഔസി അൽ അൻസാരി. അദ്ദേഹം ഔസ് ഗോത്രക്കാരനാണ്, ഖസ്റജ് അല്ല. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം 16 യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ബദറിൽ ഇബ്നു ഉമറിനോടൊപ്പം അദ്ദേഹം ബദറിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഒരു കുട്ടിയായിരുന്നു, അതുകൊണ്ട് അവരെ മടക്കി അയച്ച്. പിന്നെ ഉഹദ് മുതൽ അദ്ദേഹം പിന്നെ പങ്കെടുത്തു. അൽ ബറാ ഇബ്നു ആസിബ്, അദ്ദേഹം അബു ഉമാറ. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ധാരാളം ഹദീസുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസാണ് ഈ മരണവേളയിൽ പിന്നെ മലക്കുകളുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ഒരു മുഅ്മിനിൻ്റെ മരണം, കാഫിറിൻ്റെ മരണം, അതേപോലെ തന്നെ ഖബറിലുള്ള വിചാരണ, ശിക്ഷ, അങ്ങനത്തെ തുടങ്ങിയ വിഷയങ്ങളൊക്കെ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയാണ് ആര്? അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു.
അദ്ദേഹത്തിൽ നിന്നാണ് പിന്നെ മരണത്തിൻ്റെ വിഷയങ്ങൾ, അതേപോലെ ഖബർ ശിക്ഷയുമായി രക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വിശദമായ ഹദീസ് ഉള്ളത്. ബറ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു. ഏതായാലും ഇവിടെ നിസ്കാരത്തിനെ കുറിച്ച് പറയണം. ഇദാ സജത്ത്, റസൂലുള്ള പറഞ്ഞായിട്ട് പറയാണ്, ഇദാ സജത്ത ഫദ കഫൈക്ക്, കഫുകൾ നിലത്ത് വെക്കുക, വർഫ മിർഫഖൈക്ക്, മിർഫഖുകളെ ഉയർത്തുകയും ചെയ്യുക. റവാഹു മുസ്ലിം. നമ്മൾ മുമ്പ് അബൂ ഹുമൈദിൽ നിന്നെങ്ങാണ്ടുള്ള ഹദീസിൽ പറഞ്ഞ് നിങ്ങൾ പിന്നെ നായ കിടത്തിയിടുന്ന പോലെ കിടത്തിയിടരുതെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ നിലത്ത് കിടത്തിയിടരുത്. കഫ് മിർഫഖ് ഉയർത്തിയിട്ടില്ല എങ്കിൽ, ഈ മുട്ട് ഉയർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉണ്ടാകുക? കിടത്തിയിടുക ഉണ്ടാകുക. മനസ്സിലായി? അങ്ങനെ പിന്നെ ഇംബിസാത്തുൽ കെൽബ്, നായ പരത്തിയിടുന്നത് പോലെ നിങ്ങൾ പരത്തിയിടരുത്, ഉയർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. സുജൂദ് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള മുനാജാത്തിൽ നിലത്ത് പോയിട്ട് കിടക്കുമ്പോൾ ഒരാളിങ്ങനെ ഈ മൃഗം കിടക്കുന്നത് പോലെ കിടക്കരുത്. പിന്നെയോ ആ ഒരു മുനാജാത്താണ് എന്നുള്ളൊരു ബോധത്തോട് കൂടിയിട്ട് ആണ് കിടക്കേണ്ടത്, സുജൂദിൽ കിടക്കേണ്ടത് എന്നുള്ളതാണ് അത് അറിയിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് വായിൽ ബിൻ ഹുജറിൽ നിന്നാണ്. അൻ വായിൽ ബിൻ ഹുജറിൻ റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റകഅ ഫറജ ബൈന അസാബിഇഹി വഇദാ സജദ ضم അസാബിഅഹു. റവാഹുൽ ഹാക്കിം. അല്ലേ? ഹാക്കിമല്ലേ? ഹാക്കിമല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. റവാഹുൽ ഹാക്കിം അത്രേ ഉള്ളൂ. അൻ വായിൽ ഇബ്നു ഹുജർ, അൻ വായിൽ ഇബ്നു ഹുജറിൻ റളിയല്ലാഹു തആല അൻഹു, വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആല അൻഹുവിൽ നിവേദനം. അദ്ദേഹം പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാന ഇദാ റകഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂ ചെയ്താലായിരുന്നു എന്തായിരുന്നു? ഫറജ ബൈന അസാബിഇഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വിരലുകളെ വിടർത്തുമായിരുന്നു. അപ്പോൾ റുക്കൂയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ കൊണ്ടായിട്ട് മുട്ടില്ലല്ലോ വെക്കുക, എങ്ങനെ? അപ്പോൾ വിരലുകൾ വിടർത്തുമായിരുന്നു, അങ്ങനെ കൂട്ടിപ്പിടിക്കൂല, ഇങ്ങനെ വിടർത്തുമായിരുന്നു. അതാ കാന ഇദാ റകഅ ഫറജ ബൈന അസാബിഇഹി, തൻ്റെ വിരലുകൾ വിടർത്തുമായിരുന്നു, വിരലുകൾക്കിടയിൽ വിടർത്തിപ്പിടിക്കുമായിരുന്നു. അതാണ് ഫറജ, വിരലുകൾക്കിടയിൽ ബൈന അസാബിഇഹി. വഇദാ സജദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്താൽ ضم അസാബിഅഹു, വിരലുകൾ കൂട്ടിപ്പിടിക്കുമായിരുന്നു. സുജൂദ് വരുമ്പോൾ നിലത്തിൽ വിരൽ കൂട്ടിപ്പിടിക്കും. അപ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ നിലത്ത് പോയിട്ട് കിടക്കുമ്പോൾ വിരൽ കൂട്ടിപ്പിടിക്കണം, ഖിബ്ലയിലേക്ക് തിരിച്ചിട്ട്. റുക്കൂലാകുമ്പോൾ ഇങ്ങനെ വിടർത്തിപ്പിടിക്കണം. പല ആളുകളും ശ്രദ്ധിക്കാത്ത ഓരോ സുന്നത്തുകളാണത്, നമസ്കാരത്തിൻ്റെ രീതികളാണ്. ചിലർ നിലത്ത് പോയിട്ടാണ് ഇങ്ങനെ പരത്തിയിട്ട് കിടക്കുന്നത്, ചിലർ റുക്കൂലാണ് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നു, ഇങ്ങനെ. തെറ്റാണത്, ശരിയല്ല. റവാഹുൽ ഹാക്കിം, ഇമാം ഹാക്കിമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹദീസ് സഹിഹാണ്. ഇമാം ഹാക്കിമും ദഹബിയും ഇബ്നു ഹിബ്ബാനും ഇബ്നു ഖുസൈമയും മറ്റൊക്കെ ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഹദീസ് വായിൽ ഇബ്നു ഹുജർ, നമുക്ക് വന്ന റാവിയാണ് അല്ലേ? ഒന്നല്ലേ? വായിൽ ഇബ്നു ഹുജർ ഏത് നാട്ടുകാരനാണ്? യമനിലെ ഹദറമൗത്തുകാരനാണ്. അതുകൊണ്ടാണ് വായിൽ ഇബ്നു ഹുജർ അൽ ഹദറമിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പ്രസിദ്ധ ചരിത്രം പറഞ്ഞു നമ്മൾ. എന്താ? ഉമറിൻ്റെ കൂടെ പോയതാ. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം അടുത്ത് ഭരണാധികാരിൻ്റെ മകനാണ് വായിൽ ഇബ്നു ഹുജർ, ഭരണാധികാരിൻ്റെ മകനാണ്. അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മുആവിയൻ എന്ത് ചെയ്ത് പറഞ്ഞയച്ച സംഭവം പറഞ്ഞ് അദ്ദേഹം പിന്നെ മുആവിയ അതേ മഹാനപ്പുറത്താണ്. മുആവിയ കൂടെ നടക്കുകയാണ്, സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി റസൂലുള്ള മുആവിയനെയാണ് നിശ്ചയിച്ചത്, അദ്ദേഹത്തിൻ്റെ സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ നിൻ്റെ ഒട്ടകത്തിൻ്റെ ബാക്കിൽ ഇരുത്തുന്ന് പറഞ്ഞപ്പോൾ വായിൽ അത് എതിർത്ത്. കാരണം അദ്ദേഹം പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. ആ ഒരു ശീലം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആരും ഇരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം അന്ന് പ്രതികരിച്ചത്. അപ്പം പിന്നെ ഞാൻ ചെരുപ്പില്ലാതെ നടക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താ ചെരുപ്പ് വേണ്ടാന്ന് പറഞ്ഞ് ചെരുപ്പ് തരൂല്ല, എൻ്റെ ഒട്ടകത്തിൻ്റെ തണലിൽ നടന്നു വേണമെങ്കിൽ, ആ നിഴലിൽ ഒട്ടകത്തിൻ്റെ തണലുണ്ടല്ലോ അതിൽ നിഴലിൽ നടക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പിൽക്കാലത്ത് ചരിത്രം കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ ഈ വായിൽ ഇബ്നു ഹുജർ വന്ന് മുആവിയൻ്റെ അടുത്ത്. അങ്ങനെ മുആവിയാണ് ഖലീഫ, ഭരണാധികാരി. അപ്പോൾ വായിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? മുആവിയ എടുത്തിരുത്തി. എന്നിട്ട് പിന്നെ ഈ സംഭവം അനുസ്മരിച്ച് അന്ന് ഒട്ടകത്തിൻ്റെ പിന്നിലിരിക്കാൻ
പറഞ്ഞപ്പോൾ സമ്മതിക്കാത്തതും ചെരുപ്പ് വെച്ചപ്പോൾ കൊടുക്കാത്തിരുന്ന സംഭവമൊക്കെ അനുസ്മരിച്ചു. അതാണ് നമ്മൾ പറഞ്ഞത് വാഇൽ റളിയല്ലാഹു അൻഹു. അലാ കുല്ലിൻ വാഇൽ ഇബ്നു ഹുജർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ നമസ്കാരത്തിൻ്റെ രൂപവും രീതിയും വിശദീകരിച്ച റാവിമാരിൽ ഒരു റാവിയാണ്. ഹാക്കിമാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത് മുസ്തദറക്കിൽ. ഇനി അടുത്ത ഹദീസ് ആയിഷയിൽ നിന്നാണ് അല്ലേ. عن عائشة رضي الله تعالى عنها قالت وعن عائشة رضي الله تعالى عنها قالت عائشة رضي الله تعالى عنها നിവേദനം قالت അവർ പറഞ്ഞു رأيت رسول الله صلى الله عليه وسلم يصلي متربعا رأيت رسول الله صلى الله عليه وسلم يصلي متربعا. അത് رواه النسائي وصححه ابن خزيمة അല്ലേ. طيب رواه النسائي وصححه ابن خزيمة. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയാണ് അവരിൽ നിവേദനം റഅയ്തു ഞാൻ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ യുസല്ലി നമസ്കരിക്കുന്നതായിട്ട് കണ്ടു. എങ്ങനെ? മുതറബ്ബിഅൻ. മുതറബ്ബിഅൻ എന്ന് പറഞ്ഞാൽ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട്. ചമ്രം പടിഞ്ഞിരിക്കുക എങ്ങനെ? ചമ്രം പടിഞ്ഞിരിക്കുക എങ്ങനെ ഇരിക്കൂലേ? നമ്മളുടെ ഈ ഇരിക്കുന്ന ഭാഗം നിലത്ത് കുത്തിയിട്ട് കാല് അങ്ങോട്ടോട്ട് കോർത്ത് വെച്ചിട്ട് അതാണ് ചമ്രം പടിഞ്ഞിരിക്കുക. മുതറബ്ബിയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചമ്രം പടിഞ്ഞിരുന്ന് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു. എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ നിൽക്കുക എന്നുള്ളത് എന്താണ്? നിസ്കാരത്തിൻ്റെ റുക്നാണ്. കഴിവുള്ളവൻ നിൽക്കൽ നിസ്കാരത്തിൻ്റെ റുക്നാണ്. നിൽക്കാൻ കഴിവുള്ളവൻ നിന്നാണ് നിസ്കരിക്കേണ്ടത്. നിൽക്കാൻ കഴിയാത്തവർക്ക് എന്ത് ചെയ്യുക? ഇരുന്ന് നിസ്കരിക്കാം. മനസ്സിലല്ലേ? ഇരുന്ന് നിസ്കരിക്കാൻ മുത്തറബ്ബി ആയിട്ട് നിസ്കരിക്കാനേ ഒരാൾ കഴിയുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടു എന്നാണ്. അതായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ദീനായ സമയത്തായിരിക്കും ഏതായാലും അങ്ങനെ കണ്ടു. പക്ഷേ മുത്തറബ്ബി ആയിട്ട് നിസ്കരിക്കുമ്പോൾ പിന്നെ ഒരാൾക്ക് തശഹുദിൽ നൃത്തത്തിൻ്റെ സ്ഥാനത്താണ് മുത്തറബ്ബി ആയിട്ടിരിക്കുന്നത്. തശഹുദ് ചെല്ലുമ്പോൾ ഒരാൾക്ക് ഇഫ്തിറാഷിൻ്റെ ഇരുത്തവും അതേപോലെ തവറക്കിൻ്റെ ഇരുത്തവും ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കണം. ഇരുത്തത്തിൽ നൃത്തത്തിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ. അതേപോലെ റുക്കുവിൻ്റെ സ്ഥാനത്തും ആണ് ഈ അവസ്ഥ. അതേസമയം അത്തഹിയാത്തിന് ഇരിക്കൂലേ, അതേപോലെ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കൂലേ, ആ സമയത്തൊക്കെ എങ്ങനെ ഇരിക്കേണ്ടത്? ഇഫ്തിറാഷിൻ്റെ ഇരുത്തവും പിന്നെ തശഹുദുൽ അഖീറാണ് എങ്കിൽ തവറക്കിൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. അങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചില്ല. അതിന് കഴിയുമെങ്കിൽ അതില്ല എങ്കിൽ മുത്തറബ്ബി ആയിട്ട് നിസ്കരിക്കാനേ പറ്റുള്ളൂ എങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരു മനുഷ്യരും അതിന് കഴിയാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് കൽപ്പിക്കൂല. അപ്പോൾ ചിത്രം അത് വ്യക്തമാണ്. അത് ഇമാം നസായിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റവാഹു നസായി വസഹഹഹു ഇബ്നു ഖുസൈമ. ഇമാം ഇബ്നു ഖുസൈമ ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു عنهما عن ابن عباس رضي الله تعالى عنهما قال أن النبي صلى الله عليه وسلم كان يقول بين السجدتين سجدتين اللهم اغفر لي وارحمني واهدني وعافني وارزقني. അങ്ങനല്ലേ നിങ്ങളിലൊക്കെ എല്ലാവരും ഇതേ ക്രമല്ലേ? طيب അബ്ദുള്ള പിന്നെ ഈ ഹദീസ് റവാഹുൽ അർബഅ ഇല്ല നസായി വല്ലഫ്ദു ലി അബി ദാവൂദ് വസഹഹുൽ ഹാക്കിം. അങ്ങനെയല്ല ഉള്ളത്. അതായത് റവാഹുൽ അർബഅ അല്ലെങ്കിൽ അഖ്റജഹുൽ അർബഅ ഇല്ല നസായി വല്ലഫ്ദു ലി അബി ദാവൂദ് വസഹഹുൽ ഹാക്കിം. അതില അങ്ങനെയുള്ളത് അതേപോലെ അല്ലേ? ഇല്ല നസായി. ഹദീസിൽ ഇച്ചിരി എഴുതുന്നുണ്ട്. അബ്ദുള്ള ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം. അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ബൈന സജ്ദതൈനി, രണ്ട് സുജൂദുകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമെന്ന്. രണ്ട് സുജൂദുകൾക്കിടയിൽ എന്ന് പറയുമ്പോൾ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. എന്ത് പറയുമായിരുന്നു? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വർസുഖ്നി. എന്താ അല്ലാഹുമ്മ ഗ്ഫിർലി? അല്ലാഹു നീ എന്നോട് പൊറുക്കണമേ. വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണമേ. വഹ്ദിനി, നീ എനിക്ക് ഹിദായത്ത് നൽകണമേ. വആഫിനി,
നീ എനിക്ക് സൗഖ്യമേകണമേ, ആഫിയത്ത് നൽകണമേ. വർസുഖ്നി, നീ എനിക്ക് റിസ്ക്, ഹലാലായ റിസ്ക് നൽകണമേ. റിസ്ക് എന്ന് പറഞ്ഞാൽ ഹറാമായ റിസ്ക്കും ഉണ്ട്, ഹലാലായ റിസ്ക്കും ഉണ്ട്. ഇവിടെ വർസുഖ്നി എന്ന് പറയുമ്പോൾ ഉദ്ദേശം എന്താണ്? വർസുഖ്നി റിസ്ഖൻ ഹലാലൻ, ഹലാലായ തയ്യിബായ റിസ്ക് നൽകണമേ എന്നാണ് അതിൻ്റെ മാന. അപ്പോൾ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണിത്. ഇത് റവാഹുൽ അർബഅത്തു ഇല്ല നസായി, നസായി ഒഴിച്ച് അർബഅത്തു ഉദ്ധരിച്ചു എന്നാണ്. അപ്പോൾ ആരൊക്കെ? അബൂ ദാവൂദ്, തുർമുദി, ഇബ്നു മാജ. വൽ ലഫ്ദു ലി അബി ദാവൂദ്, ഈ കൊടുത്ത ലഫ്ദ് ഉണ്ടല്ലോ ഇബ്നു ഹജർ ബുലൂഗുൽ മറാമിൽ കൊടുത്ത ലഫ്ദ് അത് അബൂ ദാവൂദിൻ്റെയാണ്, അബൂ ദാവൂദിൻ്റെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബ്നു മാജിൻ്റെയും തുർമുദിൻ്റെ ഒക്കെ റിപ്പോർട്ട് ഇതിൽ നിന്ന് വ്യത്യാസത്തിലായിരിക്കും എന്നർത്ഥം. പക്ഷേ ഈ കൊടുത്ത ലഫ്ദ് അബൂ ദാവൂദിൻ്റേതാണ് എന്നാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത്. വസഹഹുൽ ഹാക്കിം, ഈ ഹദീസിനെ ഇമാം ഹാക്കിം സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു ഇഷ്കാൽ, ഈ ലഫ്ദ് തുർമുദിയുടെ ലഫ്ദാണ്, ഇത് അബൂ ദാവൂദിൻ്റെ ലഫ്ദല്ല. അബൂ ദാവൂദിൻ്റെ ലഫ്ദിൽ വജ്ബുർനി വആഫിനി എന്നില്ല, വആഫിനി എന്നില്ല, വജ്ബുർനി വആഫിനി എന്നില്ല. ഇതിലും വജ്ബുർനില്ല, വജ്ബുർനി വആഫിനി എന്നില്ല. ഇബ്നു മാജൻ്റെതിൽ വഹ്ദിനി വആഫിനി എന്നല്ല. ഇബ്നു മാജ അതായത് ഇപ്പോൾ റവാഹുൽ അർബഅയാണ്, നസായി ഒഴിച്ച് അബൂ ദാവൂദ്, ഇബ്നു മാജയും തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അബൂ ദാവൂദിൻ്റെ ലഫ്ദാണ് ഇതെന്നാണ്. അബൂ ദാവൂദിൻ്റെ ലഫ്ദിൽ വജ്ബുർനി വആഫിനി എന്നില്ല. ഇവിടെ ഇബ്നു മാജൻ്റെതിൽ വഹ്ദിനി വആഫിനി എന്നുമില്ല. തുർമുദി അദ്ദേഹത്തിൻ്റെ ലഫ്ദിലാണ് എന്തുള്ളത്? വആഫിനി എന്നുള്ളത്, വആഫിനി എന്നുള്ളത്. ഹാക്കിമിൻ്റെ ലഫ്ദിൽ ഇഗ്ഫിർലി വർഹംനി വജ്ബുർനി, അല്ലെങ്കിൽ വഹ്ദിനി വജ്ബുർനി വആഫിനി വർസുഖ്നി, ഇങ്ങനെ വജ്ബുർനി ഉണ്ട്. അവ പൂർണ്ണമായിട്ട് ആരുടെ റിവായത്തിലുള്ളത്? ഹാക്കിമിൻ്റെയിലുള്ളത്. മനസ്സിലല്ലേ? വജ്ബുർനി അടക്കം വന്നത് ഹാക്കിമിൻ്റെയിലാണ്. പക്ഷേ ഹാക്കിമിൻ്റെയിലും എന്തില്ല? വആഫിനി എന്നില്ല, വആഫിനി എന്നില്ല. ആഫിനി എന്നുള്ളത് ആരിലാണ്? തുർമുദിൻ്റെയിലാണ്, തുർമുദിൻ്റെയിലാണ്. പിന്നെ അപ്പോൾ ഈ ലഫ്ദ് ഉണ്ടല്ലോ, ഇഗ്ഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വർസുഖ്നി എന്നുള്ളത് ആരുടേതാണ്? തുർമുദിൻ്റെ ലഫ്ദാണ്, തുർമുദിൻ്റെ ലഫ്ദാണ്. ഈ ദുആയിൽ വജ്ബുർനി എന്ന് വന്നിട്ടുണ്ട്. ആ വജ്ബുർനി വന്നത് എവിടെയാണ്? ഹാക്കിമിൻ്റെയിൽ മാത്രമാണ്. പക്ഷേ അതിൽ എന്തില്ല? വആഫിനി എന്നില്ല. വജ്ബുർനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ, എൻ്റെ കുറവുകൾ നികത്തേണമേ, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വജ്ബുർനി വർഫാനി റിവായത്തിലുണ്ട്, പക്ഷേ ഈ ഹദീസിൻ്റെ റിവായത്തിൽ ഇല്ല. പിന്നെ റബ്ബി ഗ്ഫിർലി വർഹംനി വർഫാനി വജ്ബുർനി വർസുഖ്നി വഹ്ദിനി വആഫിനി, അങ്ങനെ ആ റിവായത്തുകളാണ് പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലൊക്കെ പിന്നെ ഫുഖഹാക്കൾ നൽകാറുള്ളത്. പിന്നെ റബ്ബി ഗ്ഫിർലി എന്ന് തുടങ്ങിയിട്ട് അങ്ങനെ ലഫ്ദ് വന്നിട്ടുണ്ട്. അല്ല, വിഷയമല്ല. പക്ഷേ പിന്നെ ഈ ഹദീസിൻ്റെ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഈ ഹദീസിൻ്റെ ലഫ്ദിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഈ ലഫ്ദ് അബൂ ദാവൂദിൻ്റേതാണെന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് അബൂ ദാവൂദിൻ്റെ ലഫ്ദിൽ വആഫിനി എന്നില്ല. ഈ ഹദീസിൻ്റെ ലഫ്ദിൽ വജ്ബുർനി വആഫിനി എന്നുള്ളത് ആരിലില്ല? അബൂ ദാവൂദിലില്ല. വഹ്ദിനി വആഫിനി എന്ന് ഇബ്നു മാജയിലില്ല. വജ്ബുർനി എന്ന ഹാക്കിമിലുണ്ട്, പക്ഷെ അവിടെ എന്തില്ല? വആഫിനി എന്നില്ല. തുർമുദിയിൽ ഈ ലഫ്ദ് ഇങ്ങനെ തന്നെ ഉണ്ട്, വആഫിനി അടക്കം. പക്ഷെ തുർമുദിയിൽ എന്തില്ല? വജ്ബുർനി എന്നില്ല. ഇബ്നു ഹജറാണ് ബുലൂഗുൽ മറാമിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ ഒരു വിഷയം ഇതിനെ ഹദീസിനെ ഷറഹ് ചെയ്ത പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാണ്, പിന്നെ റവാഹുൽ അർബഅത്തു ഇല്ല നസായി വൽ ലഫ്ദു ലി അബി ദാവൂദ്, ഈ ലഫ്ദ് അബൂ ദാവൂദിൻ്റേതാണെന്നാണ് ആര് പറഞ്ഞത്? ഇബ്നു ഹജർ പറയുന്നത്. അപ്പോൾ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറയാണ്, ഇബ്നു ഹജറ പറഞ്ഞതിൽ ഈ ലഫ്ദ് തുർമുദിയുടേതാണ്, തുർമുദിയുടേതാണ്. അല്ല കുല്ലിൻ അതിൽ പിന്നെ ഇഷ്കാലില്ല. ഒരു വേള പിന്നെ അദ്ദേഹത്തിന് ഓർമ്മപ്പിശകായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നുള്ള നസ്ഖ് ചെയ്ത ആളുകളുടെ അടുത്തുള്ള പിഴവായിരിക്കാം, അല്ലാഹു അഅലം. അപ്പോൾ ഈ ഹദീസിൽ മനസ്സിലാക്കാനുള്ളത് എന്താ? മനസ്സിലാക്കാനുള്ളത് രണ്ട് സുജൂദുകൾക്കിടയിൽ എന്തുണ്ട്? ദുആ ഉണ്ട്.
ദുആണ്ട്. ചില റിവായത്തുകൾ റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി എന്ന് മാത്രം വന്നതുണ്ട്. അതുകൊണ്ട് ഹംബലി മദ്ഹബിൽ ഫുഖഹാക്കൾ പറഞ്ഞു, പിന്നെ 2 സുജൂദുകൾക്കിടയിലുള്ള ദുആ വാജിബാണ്. അത് റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി അല്ലെങ്കിൽ റബ്ബി ഗഫിർലി എന്നെങ്കിലും പറയൽ എന്താണ്, വാജിബാണ് എന്നാണ്. എന്നാൽ ഭൂരിപക്ഷം, അതായത് പിന്നെ ഹനഫികളും അല്ല ഷാഫികളും മാലിക്കികളും പിന്നെ ഇത് മുസ്തഹബാണെന്നുള്ള അഭിപ്രായം, സുന്നത്താണ്. അതായത് സുജൂദുകൾക്കിടയിലുള്ള, ഞാൻ പറഞ്ഞില്ലേ, റുക്കോയിൽ ദിക്ർ ചൊല്ലൽ, തസ്ബീഹ് ചൊല്ലൽ, സുജൂദിൽ തസ്ബീഹ് ചൊല്ലൽ, ഇതൊക്കെ ഷാഫിയാക്കൾക്കും മാലിക്കികൾക്കും എന്താണ്, കേവലം സുന്നത്താണ്. ഹംബലികളാണ് അത് വാജിബാണെന്ന് പറഞ്ഞത്. അതേപോലെ ഹംബലികൾ പറഞ്ഞു ഇത് പിന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി എന്നെങ്കിലും പറയൽ എന്താണ്, വാജിബാണ്. എവിടെ? 2 സുജൂദുകൾക്കിടയിൽ. ഹനഫികൾക്ക് ഇത് സുന്നത്തല്ല, നിർബന്ധമല്ല. കാരണം എന്താണ്, ഹനഫികൾക്കിടയിൽ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തമുണ്ടല്ലോ, ആ ഇരുത്തം അതിൽ തുമനീനത്തൊന്നും വേണ്ടതില്ല. വെറുതെ തലവന്തിച്ചിട്ടാണ് പോയാൽ മതി. ഒരു സുജൂദ് ചെയ്തിട്ട് ഇങ്ങനെ തലവന്തിച്ചിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായി, ഹനഫികൾക്ക് നിസ്കാരമായി. അതുകൊണ്ട് തന്നെ ഹനഫികൾ പറഞ്ഞത് സുന്നത്തുമല്ല, വാജിബ് എന്തായാലും അല്ല, സുന്നത്തുമല്ല. ചെല്ലൽ അനുവദനീയാണ്. അപ്പോൾ പിന്നെ അതാണ് ഹനഫികളുടെ പക്ഷം. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. 2 സുജൂദുകൾക്കിടയിൽ എന്ന് വേണം ഇരുന്ന് തുമനീനത്ത് വേണം. ഹത്ത യസ്തവിയ ജാലിസൻ, ഇരുന്ന് ഇസ്തിവ നേരാമണ്ണം ഇരിക്കുന്നത് വരെ റസൂലുള്ള ഇരുന്നു എന്നല്ലേ പറഞ്ഞത്, വേണം. എന്നിട്ട് ഈ ദുആ ചെല്ലണം. എന്നിട്ടാണ് അടുത്ത സുജൂദിലേക്ക് പോകേണ്ടത്. ഈ ദുആ അല്ലെങ്കിൽ വാരിദായ മറ്റ് ദുആകൾ ഇരുത്തത്തിൽ. വർഫാൻ എന്നാണ്, നീ എന്നെ ഉയർത്തണമേ, അള്ളാഹു നീ എന്നെ ഉയർത്തണമേ. എന്താണ് ഉയർച്ച, എവിടെയാണോ വേണ്ടത് അതിൽ ഉയർത്തണമേ, ഏത് വിഷയത്തിൽ ഉയർത്തണമേ എന്ന് വന്നിട്ടില്ല. പിന്നെ അപ്പോൾ ഉയരേണ്ടത് ഏത് വിഷയത്തിലാണ്, ആ വിഷയങ്ങളിലൊക്കെ എന്നെ ഉയർത്തണമേ. ദീനിലും ദുനിയാവിലൊക്കെ ഉയരേണ്ട വിഷയങ്ങളില്ലേ, അതിലൊക്കെ ഉയർത്തണമേ. ഹംബലികൾ അതാണ് പറഞ്ഞത്. അതായത് ഇത് വാജിബാണ്. ചെല്ലിയിട്ടില്ല എങ്കിൽ മറന്നാൽ എന്ത് ചെയ്യണം, സഹുവിൻ്റെ സുജൂദ് ചെയ്യണം. ഷാഫിയാക്കളെ സംബന്ധിച്ചിടത്തോളം, മാലിക്കികളെ സംബന്ധിച്ചിടത്തോളം ഇത് സുന്നത്താണ്. അതുകൊണ്ട് തന്നെ അതൊരാൾ ചെല്ലിയിട്ടില്ലെങ്കിലും അവർക്ക് വിഷയമല്ല. ഹനഫികൾക്ക് പിന്നെ ചെല്ലണമെന്നില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചെല്ലിയിരുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് അവർ പറഞ്ഞത് അതൊന്നുകിൽ വിത്തറിലായിരിക്കും അല്ലെങ്കിൽ സുന്നത്തിലായിരിക്കും, നിർബന്ധത്തിൽ അത് വിഷയമല്ല എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല. ഈ ദുആ നിർവഹിക്കുകയാണ് വേണ്ടത്. ഈ ദുആ അല്ലെങ്കിൽ വാരിദായ മറ്റു ദുആ നിർബന്ധം എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ ചൊല്ലിയിട്ട് പറഞ്ഞത് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്നാണ്. അപ്പോൾ അതാണ് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്ന് വാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ബൈന സജ്ദതൈനി അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വർസുഖ്നി. ഹദീസ് വന്നാൽ എല്ലാവരും ഹദീസിലേക്ക് മടങ്ങണം. ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരു വേള അദ്ദേഹത്തിന് ഹദീസ് എത്തിയിട്ടില്ലായിരിക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ് സഹിയായി വന്നാൽ അതെൻ്റെ മദ്ഹബാണെന്ന്. പക്ഷേ ഈ പിൽക്കാലത്ത് വരുന്ന പിന്നെ പക്ഷപാതികളായ ആളുകളാണ് വിഷയം. അതില്ല എങ്കിൽ ഇമാം അബൂ ഹനീഫൻ്റെ ശിഷ്യന്മാർ, പ്രബലരായ 2 ശിഷ്യന്മാർ, അബൂ യൂസുഫ് പിന്നെ മുഹമ്മദ് ഇബ്നുൽ ഹസൻ അഷൈബാനി, ഇവർ 2 പേരും അബൂ ഹനീഫൻ്റെ പ്രബല ശിഷ്യരാണ്. അതുകൊണ്ടാണ് ഹനഫി മദ്ഹബിൽ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ്റെ അഭിപ്രായങ്ങളിൽ 3-2 അവരെതിരാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പിന്നെ തെളിവ് വന്നപ്പോൾ ആ തെളിവിൻ്റെ പക്ഷത്ത് നിന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് ഇമാം അബൂ ഹനീഫ പഠിപ്പിച്ചുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഹനീഫയ്ക്ക് ശേഷമാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ ഒരിക്കലും അബൂ ഹനീഫനെ അനുകരിച്ചില്ല. അതേപോലെ ഇമാം മാലിക് അനുകരിച്ചില്ല. ആദ്യം അബൂ ഹനീഫ, പിന്നെ ഇമാം മാലിക്, പിന്നെ ഷാഫി, പിന്നെ അഹ്മദ് ബിൻ ഹംബൽ, അവരൊന്നും അന്യോന്യം അനുകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് 4 മദ്ഹബൻ ഉണ്ടായത് അവരുടെ പേരിൽ. അടുത്ത ഹദീസ് വഅൻ മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു തആല അൻഹു. وعن مالك بن الحويرث رضي الله تعالى عنه أنه رأى النبي صلى الله عليه وسلم يصلي فإذا كان في وتر من صلاته لم ينهض حتى يستوي قاعدا. رواه البخاري.
മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. മാലിക് ഇബ്നുൽ ഹുവൈരിസ് നമുക്ക് വന്ന റാവിയാണ്. അബൂ സുലൈമാൻ അൽ-ലൈസി, അബൂ സുലൈമാൻ അൽ-ലൈസി, അതാണ് മാലിക് ഇബ്നുൽ ഹുവൈരിസ്. അബൂ സുലൈമാൻ അൽ-ലൈസി മാലിക് ഇബ്നുൽ ഹുവൈരിസിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയണം, അന്നഹു റഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, യുസല്ലി നമസ്കരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുന്നത് അദ്ദേഹം കണ്ടു. ഫഇദാ കാന ഫീ വിത്രിൻ മിൻ സ്വലാത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ നമസ്കാരത്തിലെ വിത്റിൽ ആയാൽ ലം യൻഹദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയില്ല, ഹത്താ യസ്തവിയ ഖായിദൻ. എന്താ യസ്തവിയ ഖായിദൻ? നേരാവണ്ണം ഇരിക്കുന്നത് വരെ, ശരിയാവണ്ണം ഇരിക്കുന്നത് വരെ. ഹത്താ യസ്തവിയ ഖായിദൻ, നേരാവണ്ണം ഇരിക്കുന്നത് വരെ റസൂൽ എഴുന്നേൽക്കില്ല. ഇതിവിടെ മാലിക് ഇബ്നുൽ ഹുവൈരിസ് പറയാണ്, റസൂൽ നമസ്കരിക്കുന്നത് ഞാൻ കണ്ട്. അങ്ങനെ ഫൈദാക്കാൻ ഫീ വിത്രി മിൻ സലാത്തി, തന്നെ നമസ്കാരത്തിലെ വിത്രിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ റക്അത്തുകളിൽ എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ ഇരട്ടിയിലാകുമ്പോൾ എന്ത് ചെയ്യണം, തശഹുദിന് ഇരിക്കണം. ഒറ്റയാകുമ്പോൾ എന്ത് ചെയ്യും, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കില്ല. അതാണ് പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ റക്അത്ത്, മൂന്നാമത്തെ റക്അത്ത്, അതിൽ നിന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലം യൻഹദ്, എഴുന്നേറ്റ് നിൽക്കൂല. അതാണ് ഫീ വിത്രി മിൻ സലാത്തി എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിലെ ഒറ്റ റക്അത്തുകളിൽ നടത്തും. ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക്, മൂന്നാമത്തെ റക്അത്തിൽ നിന്ന് നാലാമത്തെ റക്അത്തിലേക്ക്, അതാണ് ഉദ്ദേശം. ലം യൻഹദ്, റസൂൽ എഴുന്നേറ്റ് നിൽക്കൂല, നേരെ സുജൂദിൽ നിന്ന് പൊങ്ങൂല. പിന്നെയോ ഹത്താ യസ്തവിയ ഖായിദൻ, സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഇരിക്കും. എന്നിട്ടായിരുന്നു എന്ത് ചെയ്തതിന്, എഴുന്നേറ്റിരുന്നത്. മനസ്സിലായ ഹദീസിൻ്റെ വിഷയം? മനസ്സിലായിട്ടില്ല. എന്താ അപ്പം എന്ത് ഇരുത്താം ഈ ഇരുത്തം? അല്ല, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം. അതെ, സുജൂദിൽ രണ്ട് സുജൂദും കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ, മൂന്നാമത്തെ റക്അത്തിൽ നിന്ന് നാലാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഉള്ള ജിൽസത്തുൽ ഇസ്തിറാഹ, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം, അതാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇരിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുമായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് മാലിക് ഇബ്നുൽ ഹുവൈരിസ്. അതാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്. തങ്ങൾ തക്ബീർ ചൊല്ലിയത് എപ്പോഴാണ്? ഒരു റുക്കിന് കഴിഞ്ഞ് അടുത്ത റുക്കിനിലേക്ക് എത്തുന്നതിന് മുമ്പാണ് തക്ബീർ ചൊല്ലിയിരുന്നത്. ഒരു റുക്കിന് അവസാനിപ്പിച്ച് അടുത്ത റുക്കിന് തുടങ്ങുന്നതിനിടയിലാണ് തക്ബീർ ചൊല്ലിയിരുന്നത്, അല്ലേ? ഈ ജിൽസത്തിൽ ഇസ്തിറാഹ നിസ്കാരത്തിലെ ഒരു റുക്കിനാണോ ഒരു സുന്നത്തായ കർമാണോ അത് തീരുമാനിച്ചതിന് ശേഷമാണ് എപ്പോഴാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത് മനസ്സിലാണ്ട്, അല്ലേ? എന്താ ജിൽസത്തുൽ ഇസ്തിറാഹിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയേ? സുന്നത്താണ്. സുന്നത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തല്ല ഇത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല എപ്പോഴാണ് ഇരിക്കേണ്ടത്, എപ്പോഴാണ് ഇരിക്കണത്? അപ്പോൾ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം അത് റുക്കിനാണ്. പക്ഷേ ഈ ഇരുത്തം എന്താണെന്നുള്ളതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് പ്രസിദ്ധമായ അഭിപ്രായമാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ അഭിപ്രായം, ഇരിക്കൽ സുന്നത്താണ്. ജിൽസത്തുൽ ഇസ്തിറാഹത്ത്, അതാണല്ലോ ജിൽസത്തുൽ ഇസ്തിറാഹ എന്നതിന് പറയാം. എന്നാണ് ജിൽസത്തുൽ ഇസ്തിറാഹ, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ് ഈ ഇരുത്തം സുന്നത്താണ്. അതേസമയം ഇമാം അബു ഹനീഫത്ത് നുഅ്മാൻ, ഇമാം മാലിക്, ഇമാം അഹ്മദ്, അതേപോലെ തന്നെ ഹനഫികൾ, മാലിക്കികൾ, ഹംബലികൾ, ഇവരുടെ അഭിപ്രായം ഇത് സുന്നത്തല്ല എന്നാണ്. സുന്നത്തല്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സുന്നത്താണെന്ന് പറയാൻ കാരണം ഈ ഹദീസാണ്, മാലിക് ഇബ്നുൽ ഹുവൈരിസിൽ നിന്ന് ഹദീസാണ്. എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് നേരാമണ്ണം ഇരിക്കാതെ എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാലിക് ഇബ്നുൽ ഹുവൈരിസിൽ നിന്നും അതേപോലെ അബൂ ഹുമൈദിൻ സായിദി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഈ ഹദീസ് വന്നിട്ടുണ്ട്, ജൽസത്തുൽ ഇസ്തിറാഹിൻ്റെ ഹദീസ് വന്നിട്ടുണ്ട്. എന്നാൽ അബൂ ഉമാമയിൽ നിന്നും ഇബ്നു അജ്ലാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കാതെ എഴുന്നേറ്റ് എന്നുള്ള ഹദീസും വന്നിട്ടുണ്ട്. ഇരിക്കാതെ എഴുന്നേറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പിന്നെ ഇതുണ്ടല്ലോ സദറുൽ ഖദമിൻ്റെ സദറിൽ കുത്തി സുജൂദിൽ നിന്ന് എഴുന്നേറ്റു എന്നാണ്, ഇരിക്കാതെ ഇങ്ങനെ കുത്തി എഴുന്നേറ്റു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്.
അത് അബൂമാമയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇബ്നു അജ്ലാനിൽ നിന്നും ആ ഹദീസ് വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ മാലിക് ബിൻ ഹുവൈരിസിൽ നിന്നും അബൂ ഹുമൈദിൽ നിന്നുള്ള ഹദീസാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തെളിവ്. അപ്പോൾ ഇരിക്കണം എന്ന് പറഞ്ഞ ഹദീസ് ഇരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിൽസത്തുൽ ഇസ്തിറാഹ ഇരുന്നു എന്ന് പറയുന്ന ഹദീസുണ്ട്, ഇരിക്കാതെ എഴുന്നേറ്റു എന്ന് പറയുന്ന ഹദീസുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു 16ഓളം സഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജിൽസത്തുൽ ഇസ്തിറാഹൻ്റെ വിഷയത്തിലുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി ഇരുന്ന് ജിൽസത്തുൽ ഇസ്തിറാഹ ഇരുന്നു എന്ന വിഷയത്തിൽ ഹദീസ് 16 സഹാബികളിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താ ശരി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു എന്നുള്ളത് ശരിയാണ്. ജിൽസത്തുൽ ഇസ്തിറാഹ റസൂൽ ഇരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അത് ഒരു ഹാജത്തിന് വേണ്ടി ഇരുന്നതാണോ, അതല്ല അത് സുന്നത്ത് എന്ന നിലയ്ക്ക് ഇരുന്നതാണോ? അതാണ് ഇഷ്കാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായ ആധിക്യം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നേരിട്ട് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ റസൂൽ എന്ത് ചെയ്തു, ഇരുന്നിട്ട് എഴുന്നേറ്റു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിൽസത്തുൽ ഇസ്തിറാഹ ഇരുന്നിട്ടുണ്ട്, പക്ഷേ അത് റാത്തിബത്തായിട്ടല്ല, ആരിദത്തായിട്ടാണ്. ഒരു വിഷയം വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നത്. അതാണ് ആരിദത്തായിട്ട്, അല്ലാതെ സ്ഥിരമായിട്ട്. അതാണ് റാത്തിബത്ത്. റസൂൽ എന്ത് ചെയ്തിട്ടില്ല, ഇരുന്നിട്ടില്ല, റാത്തിബത്തായിട്ട് ഇരുന്നിട്ടില്ല. റാത്തിബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സുന്നത്ത് എന്ന നിലയ്ക്ക് സ്ഥിരമായിട്ട് സുജൂദിന് എഴുന്നേറ്റ് ഇരുന്ന് പിന്നെ ഇരുന്നിട്ടില്ല. റാത്തിബത്ത് എന്ന നിലയ്ക്ക് ഇരുന്നിട്ടില്ല. പിന്നെയോ ഒരു ആരിദത്ത്, റസൂലുള്ളാഹിക്ക് ഒരു വിഷമം വന്നപ്പോൾ എന്ത് ചെയ്താണ്, ഇരുന്ന് എഴുന്നേൽക്കാണ് ചെയ്തത്. അത് മാലിക് ബിൻ ഹുവൈരിസ് കണ്ട് അദ്ദേഹം അത് രേഖപ്പെടുത്തി, അബൂ ഹമീദ് റളിയല്ലാഹു അൻഹു കണ്ട് അദ്ദേഹം അത് രേഖപ്പെടുത്തി, കുറേ സഹാബികൾ കണ്ടപ്പോൾ അവരത് രേഖപ്പെടുത്തി. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇസ്തിറാഹ എന്ന് പറഞ്ഞാൽ റാഹത്ത് ആവശ്യപ്പെട്ടുകൊണ്ട്, റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇരുത്തം. അതായത് നേരിട്ടുണ്ട് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് റാഹത്ത് കിട്ടൂല, പ്രത്യേകിച്ച് വയസ്സായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒന്ന് ഇരുന്ന് ഒരു റാഹത്ത് എടുത്തിട്ട് പിന്നെ അടുത്ത് എഴുന്നേൽക്കുക. റാഹത്ത് എടുക്കാൻ കുറേ ഇരുന്ന് ഉഷാറായിട്ട് അങ്ങനെയല്ല. നമ്മളെ ഇസ്തിറാഹ ഉണ്ടല്ലോ, അതിലൊക്കെ ഇരുന്ന് വലിച്ചൂതിയിട്ടുള്ള അങ്ങനത്തെ ഇരുത്തല്ല. പിന്നെ ഒന്ന് ഇരുന്ന് ഇങ്ങോട്ട് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പറയാം. അപ്പം ഇതിൽ ശരിയായ അഭിപ്രായം ഉണ്ടല്ലോ, ശരിയായ അഭിപ്രായം മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആരിദത്ത് എന്ന നിലക്കാണ് ഇരുത്തിയിരുന്നിട്ടുള്ളത്. റസൂൽ ഇരുന്നിട്ടുണ്ട്, അത് സഹാബികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് റാത്തിബത്ത് എന്ന നിലക്കല്ല. പിന്നെയോ അവർ പ്രശ്നം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് എഴുന്നേൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു നിസ്കാരത്തിലൊരു റുക്നല്ല. കാരണം ഇതൊരു സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം പോലെയുള്ള ഇരുത്തായിരുന്നു ഈ ഹത്താ യസ്തവിയ ഖായിദൻ എങ്കിൽ, ഈ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ ഒരു തക്ബീർ, പിന്നെ അതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വേറെ തക്ബീർ, അതിൽ ചൊല്ലാനൊരു ദിക്ർ, അതൊക്കെ വേണ്ടേ? അതൊന്നുമില്ല. ഈ ഇരുത്തത്തിൽ ചൊല്ലാൻ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചിട്ടില്ല. അതിലേക്ക് വരുമ്പോൾ തക്ബീർ എല്ലാം പഠിപ്പിച്ചിട്ടില്ല. അതിൽ നിന്ന് ഉയരുമ്പോഴുള്ള തക്ബീറും ഇല്ല. എന്നാൽ നമ്മൾ തശഹൂദിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ സുജൂദിൽ നിന്ന് നമ്മൾ തശഹൂദിലേക്ക് വരുമ്പോൾ തക്ബീറുണ്ട്. എന്നിട്ട് നമ്മൾ തശഹൂദ് ചൊല്ലും. എന്നിട്ട് തശഹൂദിൽ നിന്ന് തക്ബീർ എല്ലിയിട്ടാണ് എന്ത് ചെയ്യുക, മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുക. അങ്ങനെ ഒരു ദിക്റോ അതിലേക്ക് ചെല്ലുമ്പോൾ തക്ബീറോ അതിൽ നിന്ന് ഉയരുമ്പോൾ തക്ബീറോ ഇല്ല. അതാണ് ആ വിഷയത്തിലുള്ള ഒരു തെളിവ്. ഇത് സുന്നത്തായിട്ടല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ തെളിവ് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായമായിട്ട് ഉള്ള ഇത് ഒരു പ്രത്യേകം സുന്നത്തല്ല എന്നുള്ള പക്ഷമാണ് ശരിയായിട്ടുള്ളത്. ഇമാം അബ്ദുറഹ്മാൻ ഇബ്ൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു ഹാജത്തുണ്ട് എങ്കിൽ ജിൽസത്തുൽ ഇസ്തിറാഹ ഇരിക്കൽ മുസ്തഹബാണ്. റസൂലുള്ള ഹാജത്തുണ്ടായപ്പോൾ ഇരുന്നല്ലോ. ഹാജത്തില്ലെങ്കിൽ ഇരിക്കാതിരിക്കലും മുസ്തഹബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇരിക്കേണ്ട ആവശ്യം വന്നപ്പോൾ റസൂലുള്ള ഇരുന്ന്, ഇരിക്കേണ്ട ആവശ്യമില്ലാത്തപ്പോഴും റസൂലുള്ള ഇരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലെങ്കിൽ ഇരിക്കാതിരിക്കൽ മുസ്തഹബാണ്, സുന്നത്താണ്. ആവശ്യമുണ്ടെങ്കിൽ ഇരിക്കലും സുന്നത്താണ്. അതാണ് ഇതിൽ മൂന്നാമത്തെ അഭിപ്രായം. പല പണ്ഡിതന്മാരും ആ അഭിപ്രായത്താണ് വിലപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായി? ഞാൻ ഒരാൾക്ക് വയസ്സായി ഇരിക്കാൻ നേരിട്ട് നിൽക്കാൻ വയ്യെങ്കിൽ ഇരുന്ന് എഴുന്നേൽക്കൽ അയാൾക്ക് എന്താണ്, പ്രതിഫലാർഹമാണ്. പിന്നെ ആവശ്യം ഇല്ല എങ്കിൽ നേരിട്ട് എഴുന്നേൽക്കലും പ്രതിഫലാർഹമാണ്. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അവിടെ ഒരു ഇഷ്കാലം എന്താണ്, അതൊരു പ്രത്യേകം ഒരു ഇരുത്തായിട്ട് സുന്നത്തായ ഇരുത്തായിട്ട് പറയാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ എന്താണ്, അതിലേക്ക് വരുമ്പോൾ ഒരു തക്ബീർ, പിന്നെ അതിൽ ചൊല്ലാനൊരു ദിക്ർ, പിന്നെ അതിൽ നിന്ന് വരുമ്പോൾ ഒരു തക്ബീർ, ഇങ്ങനെയൊക്കെ ഉണ്ടാകണമല്ലോ. കാരണം എല്ലാത്തിലും അങ്ങനെ ഉണ്ടല്ലോ. അതാണ് പണ്ഡിതന്മാർ അത് സുന്നത്തല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷം. അതുകൊണ്ടാണ് ശരിയായ അഭിപ്രായം, ശരിയോടടുത്ത അഭിപ്രായം അതാണ് എന്ന് പറഞ്ഞത്.
മനസ്സിലായോ? അപ്പോൾ എപ്പോഴാണ് തക്ബീർ ചെല്ലേണ്ടത്? സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്നാലും ഇല്ലെങ്കിലും സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ആ റുക്കിന് കഴിഞ്ഞ് അടുത്ത റുക്കിന് നിന്നിട്ടല്ലേ അത് തുടങ്ങുന്നതിൻ്റെ ഇടയിലുള്ള സമയത്താണ്. അപ്പോൾ ഇരുത്തത്തിൻ്റെ ടൈമിലായാലും വേണ്ടില്ല, ഇരുന്ന് എഴുന്നേൽക്കുന്ന ആ ടൈമിലായാലും വേണ്ടില്ല, എപ്പോഴും തക്ബീർ ചെല്ലാവുന്നതാണ്. ഒരു റുക്കിനിൽ നിന്ന് തീർന്നിട്ടാണ് തക്ബീർ തുടങ്ങേണ്ടത്. അടുത്ത റുക്കിന് തുടങ്ങുന്നതിന് മുമ്പ് തക്ബീർ തീരണം, അത്രേ ഉള്ളൂ. അതാണ് തക്ബീറിൻ്റെ ടൈം. തക്ബീർ എപ്പോഴാണ് ചെല്ലേണ്ടത്? തക്ബീറാത്തുൽ ഇൻതിഖാൽ, ഒരു റുക്കിനിൽ നിന്ന് മറ്റൊരു റുക്കിനിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ അതാണ്. ആ തക്ബീറാത്തുൽ ഇൻതിഖാൽ എപ്പോഴാണ് ചെല്ലേണ്ടത്? ഒരു റുക്കിനെ അവസാനിപ്പിച്ച് അടുത്ത റുക്കിന് തുടങ്ങുന്നതിന് മുമ്പാണ്. അതിനാൾ അള്ളാഹു അക്ബർ നീട്ടി ചെല്ലിച്ചിട്ട് പ്രശ്നമല്ല, അള്ളാഹു അക്ബർ ചെല്ലിയ പ്രശ്നം. പക്ഷേ അള്ളാഹു അക്ബാർ എന്ന് പറയരുത്. അത് നമ്മൾ പറഞ്ഞില്ലേ, അക്ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ചെണ്ടകൾ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് പ്രയോഗിക്കുക. അത് പിന്നെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തല്ല, അള്ളാഹുവിനെ മോശപ്പെടുത്തലാണ്. അള്ളാഹു കാക്കട്ടെ, നഊദുബില്ലാ. അതാണ് ഇമാം ബുഖാരിയുടെ റിവായത്ത് അല്ലേ? റവാഹുൽ ബുഖാരി അൻ മാലിക് ഇബ്നുൽ ഹുവൈരിസ് അന്നഹു റഅ അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫഇദാ കാന ഫീ വിത്രിൻ മിൻ സ്വലാത്തിഹി ലം യൻഹദ് ഹത്താ യസ്തവിയ ഖാഇദൻ. റവാഹുൽ ബുഖാരി. ഇനി അടുത്ത ഹദീസ് അനസിൽ നിന്നല്ലേ? അൻ അനസിൻ റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖനത ഷഹ്റൻ, ഒരു മാസം കുനൂത്തോതി. ഖനത എന്ന് പറഞ്ഞാൽ എന്താ? കുറേ അർത്ഥത്തിൽ ഖനത വരും. ഭക്തി, ദുആ, കുറേ അർത്ഥത്തിൽ പ്രയോഗിക്കും. ഇവിടെ കുനൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കുനൂത്തുണ്ടല്ലോ, അറിയപ്പെട്ട കുനൂത്ത്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖനത ഷഹ്റൻ, ഒരു മാസക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്തോതി. ബഅദ റുകൂഇന് ശേഷം യദ്ഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയായിരുന്നു. അല അഹ്യാഇ മിൻ അഹ്യാഇൽ അറബ്, അറബികളിലെ ഗോത്രങ്ങളിൽപ്പെട്ട ചില ഗോത്രങ്ങൾക്കെതിരിൽ. അറബികളിലെ ഗോത്രങ്ങൾ, അഹ്യാഇൽ അറബ്, ആ ഗോത്രങ്ങളിൽ നിന്നുള്ള ചില ഗോത്രങ്ങൾക്കെതിരിൽ. യദ്ഉ അല അഹ്യാഇൻ, അഹ്യാ എന്ന് പറഞ്ഞാൽ ഹയ്യിൻ്റെ ബഹുവചനം. ഹയ്യ് പറഞ്ഞ ഗോത്രം, ഖബീല. യദ്ഉ അല അഹ്യാഇൻ, ഗോത്രങ്ങൾക്കെതിരിൽ റസൂലുള്ളാഹി ദുആ ചെയ്തു. മിൻ അഹ്യാഇൽ അറബ്, അറബികളിൽപ്പെട്ട ഗോത്രങ്ങൾ. ഗോത്രങ്ങൾ അറബികളിലുണ്ട്, അനറബികളിലുണ്ട്. അപ്പോൾ അറബികളിലെ ഗോത്രങ്ങളിൽ ചില ഗോത്രങ്ങൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുകൊണ്ട് റുകൂഇന് ശേഷം ഖനത ഷഹ്റൻ, ഒരു മാസം കുനൂത്തോതി. ആ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ഇമാം ബുഖാരി മുസ്ലിമും അനസിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. സുമ്മ തറക്കഹു, അതോടെ പ്രധാനമാണ്, ഒട്ടുപോകാൻ പാടില്ല. സുമ്മ തറക്കഹു യദൂ അല അഹ്യാഇ മിൻ അഹ്യാഇൽ അറബ്, അറബി ഗോത്രങ്ങളിൽ നിന്നുള്ള ഗോത്രങ്ങൾക്കെതിരിൽ. പക്ഷെ ഏറ്റവും ഒന്നുകൂടി ഇത് തോന്നുന്നത് നിങ്ങൾ ഇവരെ ഈ പഴയതിലും അതിലുള്ളതാണ്. അതായത് യദൂ അല അഹ്യാഇ മിനൽ അറബ്, ഈ അഹ്യാ ഇല്ലാതെ യദൂ അല അഹ്യാഇ മിനൽ അറബ്, അറബികളിൽ നിന്നുള്ള ഗോത്രങ്ങൾക്കെതിരിൽ ദുആ ചെയ്തുകൊണ്ട്. സുമ്മ തറക്കഹു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അത് ഉപേക്ഷിച്ചു. ഏതുപേക്ഷിച്ചു? കുനൂത്ത് ഉപേക്ഷിച്ചു. അല എന്ന് പറഞ്ഞാൽ ദാ അല എന്ന് പറഞ്ഞാൽ എതിരിൽ, ദാ ലഹു എന്ന് പറഞ്ഞാൽ അനുകൂലമായി. ദാ അല എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എതിരിൽ, ദാ ലഹു പറഞ്ഞാൽ ഇനി ഇവിടെ വരും, ഇവിടെ ഇതിലുണ്ട്, ഇവിടെ വരും, അനുകൂലമായി. തയ്യബ്. അപ്പോൾ നോക്കി, നിങ്ങൾ ഈ ഹദീസ് അറിയിക്കണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മാസം റുകൂഇന് ശേഷം കുനൂത്തോതി അറബികളിലെ ഗോത്രങ്ങളിൽ ചില ഗോത്രങ്ങൾക്കെതിരിൽ ദുആ ചെയ്തുകൊണ്ട്. സുമ്മ തറക്കു, പിന്നെ റസൂൽ എന്ത് ചെയ്തു? അത് ഉപേക്ഷിച്ചു. മുത്തഫഖുൻ അലൈഹി, ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വലി അഹ്മദ വദ്ദാറഖുത്നി നഹ്വഹു വലി അഹ്മദ, ഇമാം അഹ്മദിനുണ്ട്, വദ്ദാറഖുത്നി, ദാറഖുത്നിക്കുണ്ട്, നഹ്വുഹു, ഇതുപോലെ ഹദീസ് മിൻ വജിഹിൻ ആഖർ, മറ്റൊരു തരീഖിലൂടെ, മറ്റൊരു വഴിയിലൂടെ, മറ്റൊരു പിന്നെ സനദിലൂടെ എന്നുള്ള അർത്ഥം, മറ്റൊരു വജിഹിലൂടെ. പക്ഷേ വസാദ, അതിൽ ഏറെ വന്നിട്ടുണ്ട്. വസാദ
ആ ദാറഖുത്നിയുടെയും അഹമ്മദിൻ്റെയും റിവായത്തിൽ ഏറെ വന്നിട്ടുണ്ട്. എന്താ ഏറെ ഉള്ളത്? വ അമ്മ ഫി സുബഹി, എന്നാൽ സുബഹയിൽ ഫലം യസൽ യഖ്നുത്ത്, റസൂലുള്ള ഖുനൂത്ത് ഓതിക്കൊണ്ടേയിരുന്നു. ഹത്ത ഫാറഖ ദുനിയ, എന്താ ഹത്ത ഫാറഖ ദുനിയ, എന്താ ദുനിയാവിനോട് റസൂലുള്ള വേർപിരിയോളം. എന്താ അതിൻ്റെ ഉദ്ദേശം? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്നത് വരെ എന്നാണ്. വ അമ്മ ഫി സുബഹ്, എന്നാൽ സുബഹയിൽ ഫഅമ്മ വ അമ്മ മുഷ്കിൽ വ അമ്മ ഫി സുബഹ്, എന്നാൽ സുബഹയിൽ ഫലം യസൽ യഖ്നുത്ത്, റസൂലുള്ള ഖുനൂത്ത് ഓതിക്കൊണ്ടേയിരുന്നു. ഹത്ത ഫാറഖ ദുനിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനോട് വിട വാങ്ങുന്നത് വരെ, വേർപിരിയുന്നത് വരെ, മരിക്കുന്നത് വരെ എന്നർത്ഥം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇവിടെ എന്താ നിന്ന് മനസ്സിലായത്? സുബഹിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുനൂത്ത് എന്ത് ചെയ്ത് മരിക്കോളം ഓതിയിരുന്നു എന്നുള്ളതാണ് വന്നത്. അതിലൊരു ഇഷ്കാല. അടുത്ത ഹദീസിനും കൂടി നമുക്ക് വായിച്ചിട്ട് പിന്നെ അതിലേക്ക് വരാം. വാൻ അനസ് റളിയല്ലാഹു തആല അൻഹു, അടുത്ത ഹദീസ് ആര് തന്നെയാണ്? അനസിൽ തന്നെയാണ് ഹദീസ് അല്ലേ. വാൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ലാ യഖ്നുതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുനൂത്ത് ഓതിയിരുന്നില്ല. ഇല്ല ഇദാ ദഅാ ലിഖൗമിൻ, ഇല്ല ഇദാ ദഅാ ലിഖൗമിൻ, ഒരു ജനവിഭാഗത്തിന് അനുകൂലമായി ദുആ ചെയ്താലല്ലാതെ, ഔ അല്ലെങ്കിൽ ദഅാ അലാ ഖൗമിൻ, ഒരു ജനവിഭാഗത്തിനെതിരിൽ ദുആ ചെയ്താലല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുനൂത്ത് ഓതിയിരുന്നത് ഒന്നുകിൽ ഒരു വിഭാഗത്തിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് എതിരായിട്ടോ ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാതെ ഖുനൂത്ത് ഓതിയിരുന്നില്ല എന്നാണുള്ളത്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യഖ്നുതു ഇല്ലാ ഇദാ ദഅാ ലിഖൗമിൻ ഔ ദഅാ അലാ ഖൗമിൻ. ഹദീസുകളിൽ കാണാം അല്ലാഹുമ്മ അൻജിൽ വലീദ് ഇബ്നുൽ വലീദ്, അള്ളാഹുവെ അൽ വലീദ് ഇബ്നുൽ വലീദിനെ നീ രക്ഷപ്പെടുത്തണമേ, അൻജി രക്ഷപ്പെടുത്തണമേ. അപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ദുആണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണാം പിന്നെ എതിരിൽ അല്ലാഹുമ്മ അഷ്ദുദ് വതഅതക് അല എന്ന് പറഞ്ഞിട്ട് ചെയ്യും, ഇന്ന ജനവിഭാഗത്തിനെതിരിൽ നിൻ്റെ പിടുത്തം നീ ശക്തമാക്കണമേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് എതിരിൽ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ പ്രതികൂലമായി അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് അനുകൂലമായിട്ടല്ലാതെ റസൂലുള്ളാഹി എന്ത് ചെയ്തിരുന്നില്ല, ഖുനൂത്ത് ഓതിയിരുന്നില്ല എന്നാണ് അനസിൽ നിന്നുള്ള ഹദീസ്. ഈ ഹദീസ് സഹഹു ഇബ്നു ഖുസൈമ, സഹഹു ഇബ്നു ഖുസൈമ, ഇബ്നു ഖുസൈമ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ അനസിൽ നിന്നുള്ള രണ്ട് ഹദീസ് നമ്മളിവിടെ മനസ്സിലായോ? അനസിൽ നിന്ന് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും റിപ്പോർട്ടിലുള്ളത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂവിന് ശേഷം ഖുനൂത്ത് ഓതിയിരുന്നു. അതെത്ര? ഒരു മാസക്കാലം. പ്രസ്തുത ഖുനൂത്ത്, അതിനാണ് ഖുനൂത്തുൻ നാസില അല്ലെങ്കിൽ ഖുനൂത്തുൻ നവാസിൽ, നാസിലത്തിൻ്റെ ഖുനൂത്ത് എന്ന് പറയുന്നത്. നാസിലത്തിൻ്റെ ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിമീങ്ങൾക്ക് ഒരു വിപത്ത് വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വിപത്ത് ഉയരാൻ വേണ്ടിയിട്ടുള്ള ഖുനൂത്താണ്, അല്ലെങ്കിൽ ആ വിപത്ത് കൊണ്ടുവന്നവർക്ക് എതിരിലുള്ള ഖുനൂത്താണ്. മനസ്സിലായില്ലേ? അതാണ് ഒരു വിഭാഗത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് പ്രതികൂലമായിട്ടെന്ന് പറയാൻ കാരണം. ഇവിടെ ഈ ഖുനൂത്ത് ഓതാൻ കാരണം ഇതുണ്ട്, അറബികളിലെ ചില ഗോത്രങ്ങൾക്കെതിരിൽ എന്നാണ്. പിന്നെ ഈ റിയാൽ, ദിഖ്വാൻ, അസുയ്യ, അതേപോലെ ബനീഉൽ യഹ്യാൻ, 4 അറേബ്യൻ ഗോത്രങ്ങളാണ്. റിയാൽ, ദിഖ്വാൻ, അതേപോലെ അസുയ്യ, ബനൂൽ യഹ്യാൻ, ഈ 4 അറേബ്യൻ ഗോത്രങ്ങളും കൂടിയിട്ട് 70ഓളം ഖുർആകളെ, ഖുർആൻ മനഃപ്പാടമാക്കി ഖുർആൻ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെ, ഖുർആനാണ് ഉദ്ദേശം, പണ്ഡിതന്മാരെ എന്ത് ചെയ്ത് ഇവർ ഞങ്ങളെ നാട്ടുകാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിരിക്കണം, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അയച്ചിടണം എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോട് സംസാരിച്ച്. അങ്ങനെ 70 പേരെ റസൂലുള്ള എന്ത് ചെയ്ത് അവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ച്, ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ച്. അങ്ങനെ ഈ 70 ആളുകളെ ഇവരെന്ത് ചെയ്ത്, ഈ അറബി ഗോത്രങ്ങളായ ഇവർ ഈ റിയാൽ, ദിഖ്വാൻ, അതേപോലെ അസിയാൻ, ബനൂൽ യഹ്യാൻ ഗോത്രക്കാരെന്ത് ചെയ്ത് ചതിച്ചിട്ട് കൊന്ന്, ഇവരെ ചതിച്ചു കൊന്ന്. അപ്പോൾ നോക്കി നിങ്ങൾ 70 പണ്ഡിതന്മാർ വധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഗതിയാണ്. അത് ഉമ്മത്തിന് ഇറങ്ങിയ ഒരു വലിയ മുസീബത്താണ്. അതാണ് നാസിലത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് അവർക്കെതിരിൽ, ഈ അറേബ്യൻ ഗോത്രത്തിനെതിരിൽ ഒരു മാസക്കാലം ഖുനൂത്ത് ഓതി എന്നാണ് ഇവിടെ പറയുന്നത്. സുമ്മ തറക്കോ, പിന്നെ എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ഉപേക്ഷിച്ചു. അതാണ് ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും റിപ്പോർട്ടിലുള്ളത്. ഇത് അനസ് റളിയല്ലാഹു തആല എന്നുള്ള ഹദീസാണ്, അനസിൽ നിന്നുള്ള ഹദീസാണ്. അനസിൽ നിന്ന് റബീഉ ബിൻ അനസിൽ നിന്ന് ഹസൻ അൽ ബസ്രി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്.
പക്ഷേ ഈ ഹദീസ് ഉണ്ടല്ലോ, അതിന് വേറൊരു തരീഖ് ഉണ്ട്. അത് ഇമാം അഹമ്മദും ദാറഖുത്നിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് വലി അഹ്മദ വദ്ദാറഖുത്നി നഹ്വുഹു മിൻ വജ്ഹിൻ ആഖർ, മറ്റൊരു തരീഖിലൂടെ. വസാദ, ആ റിവായത്തിൽ, ആ റിപ്പോർട്ടിലുള്ളത് ഏറുണ്ട്. ഈ സുമത്തറക്കുന്നുണ്ടല്ലോ, അമ്മ ഫി സുബഹ്, എന്നാൽ സുബഹിയിൽ ഫലം യസൽ യഖ്നുത്, കുനൂത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് ഓതിക്കൊണ്ടിരുന്നു. ഹത്ത ഫാറഖ ദുനിയ, ദുനിയാവിനോട് വേർപിരിയുന്നത് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുനൂത്ത് സുബഹിൻ്റെ റുക്കുവിന് ശേഷമുള്ള കുനൂത്ത് റസൂലുള്ളാഹി ചെയ്തിട്ടില്ല, മരിക്കുവോളം നിർത്തിയിട്ടില്ല എന്നാണ് അവിടെ ഉള്ളത്. പക്ഷേ ഈ സനദ് ഇത് ദഈഫ്, ദുർബലാണ്. ഒന്ന് ദുർബലറിയാൻ കാരണം സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾക്ക് എതിരാണിത്. കാരണം എന്താ, ഇവിടെ ഒരു മാസം ഓതിയിട്ട് സുമ്മത്തറക്കഹു എന്നാണ്, ഉപേക്ഷിച്ചു. റസൂലുള്ളാഹി കുനൂത്ത് ഓതിയത് 5 വക്തിലും ഓതിയിട്ടുണ്ട്. സുബഹിക്ക് ഓതിയിട്ടുണ്ട്, ദുഹർ, അസർ, മഗ്രിബ്, ഇശ എല്ലാ നിസ്കാരത്തിലും ഓതിയിട്ടുണ്ട്. പിന്നെ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇവിടെ കണ്ടോ, ഒരു വിഭാഗത്തിന് അനുകൂലമായിട്ടോ ഒരു വിഭാഗത്തിനെതിരായിട്ടോ മാത്രമായിരുന്നു റസൂലുള്ളാഹി കുനൂത്ത് ഓതിയത്. അതും ആരുടെ റിപ്പോർട്ടാണ്? അനസിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നാസിലത്തിൻ്റെ കുനൂത്താണ്. ഷാഫിഈകൾ സുബഹിക്ക് കുനൂത്ത് ഓതുന്നുണ്ട്. അത് നാസിലത്തിൻ്റെ കുനൂത്തല്ല. പിന്നെയോ അത് നിസ്കാരത്തിലെ അബാധ സുന്നത്ത് എന്ന നിലക്കാണ് എന്ത് ചെയ്യുന്നത്, അവർ ആ കുനൂത്ത് ഓതുന്നത്. നിസ്കാരത്തിൽ സുന്നത്തായ ഒരു കർമ്മം എന്ന നിലക്കാണ് ആ കുനൂത്ത് ഓതുന്നത്. എന്തല്ല, നാസിലത്തിൻ്റെ കുനൂത്ത് എന്ന നിലക്കല്ല. കാരണം നാസിലത്തിൻ്റെ കുനൂത്താണെങ്കിൽ അത് മുസ്ലിമീങ്ങൾക്കൊരു വിപത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ആ കുനൂത്ത്. അതുകൊണ്ട് തന്നെ ഷാഫിഈകൾ പിന്നെ സുബൈ നിസ്കാരത്തിൽ ഓതുന്ന ഈ കുനൂത്തുണ്ടല്ലോ, ആ കുനൂത്തിന് അവരുടെ തെളിവിതാണ് ഹത്ത ഫാറഖ ദുനിയ. അത് അനസിൽ നിന്നുള്ള റിവായത്താണ്, അഹമ്മദിൻ്റെയും ദാറഖുത്നിയുടെയും. പക്ഷേ അനസിൽ നിന്നുള്ള പ്രബല റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് ഓതിയിട്ടുള്ളത് ഈ റിപ്പോർട്ടിൽ കണ്ടല്ലേ, ഇങ്ങനെ കുനൂത്ത് ഓതിയിട്ടുള്ളൂ. ഒന്നുകിൽ ഒരു വിഭാഗത്തിന് അനുകൂലമായി അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് പ്രതികൂലമായിട്ടുള്ള ദുആ നിർവഹിച്ചുകൊണ്ടുള്ള നാസിലത്തിൻ്റെ കുനൂത്തെ റസൂൽ ഓതിയിട്ടുള്ളൂ എന്നാണ് ആര് പറയുന്നത്? അനസ് പറയുന്നത്. ആ കുനൂത്ത് തന്നെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് ഒരു മാസം ഓതി ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. അതും അനസിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ അനസിൽ നിന്നുള്ള ബലപ്പെട്ട റിപ്പോർട്ടുകൾക്ക് എതിരാണ് ഈ റിപ്പോർട്ട്. അതിൻ്റെ ദുർബലതയ്ക്ക് ഒരു കാരണം അതാണ്. അതിൻ്റെ ദുർബലതയ്ക്ക് ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം ഈ ഏറെയുണ്ടല്ലോ, ഈ വാസാദ എന്നുള്ള ഈ റിപ്പോർട്ട്, അത് അനസിൽ നിന്ന് റബീഉ ബിൻ അനസിൽ നിന്ന് അബൂ ജാഫർ അർ-റാസി എന്ന് പറയുന്ന റാവിയാണത് കൊണ്ടുവന്നിട്ടത്. അബൂ ജാഫർ അർ-റാസി. ഈ അബൂ ജാഫർ അർ-റാസിയാണ് അതിലും മുഷ്കിൽ, പ്രശ്നക്കാരൻ. അബൂ ജാഫർ റാസി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് റബീഉ ബിൻ അനസാണ്. റബീഉ ബിൻ അനസിൽ നിന്ന് വേറെ 7 പേർ, 8 ആളുകളാണ് എന്ത് ചെയ്യുന്നത്, 8 ആളുകളാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 8 ആളുകളിൽ അബൂ ജാഫർ റാസി മാത്രമാണ് ഈ ഒരു ഭാഗം കൊണ്ടുവന്നത്. ഫലം യസൽ യഖ്നുത് അമ്മ ഫി സുബ്ഹി ഫലം യസൽ യഖ്നുത് ഹത്ത ഫാറഖ ദുനിയ എന്നുള്ളത് റബീഉ ബിൻ അനസിൽ നിന്നുള്ള അബൂ ജാഫർ റാസിയുടെ റിവായത്തിൽ മാത്രമാണ്. ബാക്കി 7 പേര് റിപ്പോർട്ട് ചെയ്തതിലെന്തില്ല, ഇതില്ല. അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്നുള്ള മുൻകറായ റിപ്പോർട്ടാണത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് തീർത്തും ദുർബലമാണ്. ഒന്നുകൂടി അനസിൽ നിന്ന് റബീഉ ബിൻ അനസാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. റബീഉ ബിൻ അനസിൽ നിന്ന് 7 പേര് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വേറെ അബൂ ജാഫർ റാസി അല്ലാതെ. ആ 7 പേരിൽ എന്തില്ല, അമ്മ ഫി സുബ്ഹി ഫലം യസൽ യഖ്നുതു ഹത്ത ഫാറഖ ദുനിയ എന്നുള്ളതില്ല. അബൂ ജാഫർ റാസിൻ്റെ റിപ്പോർട്ടിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഇബ്നു ഹിബ്ബാനും കൂട്ടരൊക്കെ പറയാറുള്ളത് യർവിൽ മനാഖീർ അനിൽ മഷാഹിർ. പ്രസിദ്ധന്മാരായ റാവിമാരിൽ നിന്ന്, ഷേഖന്മാരിൽ നിന്ന് മുൻകറായ ഹദീസുകളെ റിപ്പോർട്ട് ചെയ്യുന്ന റാവിയാണ് ഇയാൾ വിശ്വസ്തനല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലാണ് ഈ വാദം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. ഈ അമ്മ ഫി സുബ്ഹി ഫലം യസൽ യഖ്നുതു ഹത്ത ഫാറഖ ദുനിയ എന്നുള്ളത് ദുർബലമായ റിപ്പോർട്ടാണ്. അതാണ് അതിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ സുബ്ഹി നമസ്കാരത്തിലെ റുക്കൂവിന് ശേഷമുള്ള നിത്യമായിട്ടുള്ള കുനൂത്ത് അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതല്ല. ഇനി അടുത്തൊരു ഹദീസ് അതുകൂടി നമുക്കുള്ളത് അല്ലേ.
സഅദ് ബിൻ താരിഖ് അൽ അസ്ജഈ അല്ലേ അല്ലേ, സഅദ് ബിൻ താരിഖ് അൽ അസ്ജഈ എന്നല്ലേ. അൻ സഅദ് ഇബ്നു താരിഖ് അൽ അസ്ജഈ റളിയല്ലാഹു തആല അൻഹു قال قلت لأبي يا أبت قد صليت خلف رسول الله صلى الله عليه وسلم. ഇന്നക്ക അതുണ്ടോ നിങ്ങളിലുണ്ടോ? ഇന്നക്ക ഉണ്ടോ? യാ അബത്തി ഇന്നക്ക കഥ അല്ലേ. يا أبت إنك قد صليت خلف رسول الله صلى الله عليه وسلم وأبي بكر وعمر وعثمان وعلي أفكانوا يقنتون في الفجر؟ قال أي بني محدث أي بني محدث. طيب أي بني محدث. إذا رواه الخمسة إلا أبو داود. أبو داود ويش ما كله بنا ريبورت هذا. طيب إلا أبو داود. താരിഖ് ഇബ്നു അല്ല സഅദ് ബിൻ താരിഖ് അൽ അസ്ജഈൽ നിവേദനം. സഅദ് ഇബ്നു താരിഖ് അൽ അസ്ജഈൽ നിവേദനം. സഅദ് ബിൻ താരിഖ് നമുക്ക് ആദ്യമായിട്ട് വരുന്ന റാവിയാണ് അല്ലേ. സഅദ് ബിൻ താരിഖ് അൽ അസ്ജഈ, അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ പേരാണ് താരിഖ് ഇബ്നു അശ്യം. താരിഖ് ഇബ്നു അശ്യം അദ്ദേഹമാണ് സഹാബി. വാപ്പാൻ്റെ പേരെന്താണ്? താരിഖ് ഇബ്നു അശ്യം അൽ അസ്ജഈ, ബനു അസ്ജഈ ഗോത്രക്കാരനാണ്. അൽ അസ്ജഈ അദ്ദേഹം സഹാബിയാണ്. ആര്? താരിഖ് ഇബ്നു അശ്യം അൽ അസ്ജഈ. അദ്ദേഹത്തിൽ നിന്നാണ് ആര് റിപ്പോർട്ട് ചെയ്യുന്നത്? സഅദ് റിപ്പോർട്ട് ചെയ്യുന്നത്, മകൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മകന് സഅദ് സഹാബിയല്ല. അദ്ദേഹം 140 മരണപ്പെടുന്നത്. 140 ഹിജ്റയുടെ 140 മരണപ്പെടുന്ന ആൾ. അപ്പോൾ സിഹാർ താബീങ്ങളിൽ തന്നെ ചെറിയ പ്രായക്കാരനായിട്ടുള്ള വ്യക്തിയായിരിക്കും അദ്ദേഹം. ഏതായാലും അദ്ദേഹം വാപ്പാനോട് ചോദിക്കാണ്, സഅദ് ബിൻ താരിഖ് അൽ അസ്ജഈ വാപ്പയായ താരിഖ് ബിൻ അശ്യം അൽ അസ്ജഈയോട് ചോദിക്കുകയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് സഅദ് ബിൻ താരിഖ് എന്ന് പറഞ്ഞെങ്കിൽ അബൂ മാലിക്കിൻ അൽ അസ്ജഈ എന്നാ പറയാം. അബൂ മാലിക്കിൽ അസ്ജഈ അദ്ദേഹത്തിൻ്റെ വിളിപ്പേരിലാണ് അദ്ദേഹം കൂടുതൽ പ്രസിദ്ധൻ, അബൂ മാലിക്കിൻ അൽ അസ്ജഈ. ഏതായാലും വാപ്പ താരിഖ് ബിൻ അശ്യമിനോട് സഅദ് ചോദിക്കുകയാണ്, ഖുൽതു ലി അബി, ഞാൻ എൻ്റെ വാപ്പനോട് ചോദിച്ചു, യാ അബത് വാപ്പ, ഇന്നക ഖദ് സല്ലൈത, തീർച്ചയായും താങ്കൾ നമസ്കരിച്ചിട്ടുണ്ട്, ഖൽഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ, വ അബീ ബക്കറിൻ, അബൂബക്കറിൻ്റെയും, വ ഉമറ, ഉമറിൻ്റെയും, വ ഉസ്മാൻ്റെയും, വ അലിയാരുടെയും റളിയല്ലാഹു അനിൽ ജമീ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലും 4 ഖുലഫാക്കളായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നിവരുടെ പിന്നിലും നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. അഫകാനു യഖ്നുതൂന ഫിൽ ഫജ്ർ, അഫകാനു അവർ ആയിരുന്നോ, യഖ്നുതൂന ഫിൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നവർ, അവർ ഫജ്ർ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിരുന്നു. ഖാല, അപ്പോൾ വാപ്പ പറഞ്ഞു, എന്താ വാപ്പാൻ്റെ പേര് പറഞ്ഞത്? താരിഖ് ബിൻ അശ്യം അൽ അസ്ജഈ. താരിഖ് ബിൻ അശ്യം പറഞ്ഞു, ഐ ബുനയ്യ മുഹ്ദസുൻ, ഐ ബുനൈ, എൻ്റെ ബുനയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുമകനെ എന്നുള്ള അർത്ഥം. ഐ ബുനയ്യ, എൻ്റെ മകനെ, കൊച്ചുമകനെ, മുഹ്ദസുൻ, മുഹ്ദസ് എന്ന് പറഞ്ഞാൽ മുബ്തദ, അത് ബിദ്അത്താകുന്നു. മുഹ്ദസ് എന്ന് പറഞ്ഞാൽ അവിടെ ബിദ്അത്ത്, മുഖ്തറ ഫിദ്ദീൻ, മുബ്തദ, അത് ബിദ്അത്താകുന്നു. ഐ ബുനയ്യ മുഹ്ദസുൻ. അപ്പോൾ ഈ ഹദീസിൽ ഫജ്റിലെ ഖുനൂത്തിനെ കുറിച്ചാണ് ഈ ഹദീസ്. അത് ബിദ്അത്താണ് എന്നാണ് പിന്നെ ആര് പറയുന്നത്? സഅദ് ഇബ്നു അശ്യം അൽ അസ്ജഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. റവാഹുൽ ഖംസ ഇല്ലാ അബാ ദാവൂദ്. അബൂ ദാവൂദ് ഒഴിച്ച് ആര ഖംസത്ത്? അപ്പോൾ തുർമുദി, നസായി, ഇബ്നു മാജ, അഹ്മദ്. ഇവർ 4 ആളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് സഹിയാണ്. അപ്പോൾ ഉണ്ടല്ലോ ഈ ഹദീസിൻ്റെ പിന്നെ വിഷയത്തിൽ അത് പിന്നെ ശരിയല്ല എന്നുള്ളതിനുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണിത്. ഈ സഅദ് ബിൻ താരിഖ് അൽ അസ്ജഈ, അബൂ മാലിക് അൽ അസ്ജഈ 140 മരിക്കണം. ഇമാമിനെ തുടരുന്ന വിഷയത്തിൽ മുതാബഅത്തുണ്ട്, മുസാബഖത്തുണ്ട്, മുവാഫഖത്തുണ്ട്. മുതാബഅത്തുണ്ട്, മുസാബഖത്തുണ്ട്. മുസാബഖാണ് ഇമാമിനെ മുൻകടക്കലാണ്, അത് ഹറാമാണ്, ഇമാമിനെ മുൻകടക്കാൻ പാടുള്ളതല്ല. പിന്നെ മുവാഫഖത്താണ് ഇമാമിനോടൊപ്പം ചെയ്യൽ.
അത് പാടുള്ളതല്ല, മക്രൂഹാണ്. എന്തുകൊണ്ട്? മുൻകടക്കാൻ സാധ്യതയുള്ളത്. ഒപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ മുൻകടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പാടുള്ളതല്ല. അതിൻ്റെ വിധി മുൻകടക്കുന്നത് പോലെയല്ല, പക്ഷേ എന്തിലും അത് പാടുള്ളതല്ല. ഒപ്പം ചെയ്യൽ ഇമാമിന് അനുധാവനം ചെയ്യാണ് വേണ്ടത്, അതിനാണ് കൽപ്പിക്കപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇമാമ് റുക്കൂയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇമാമിനെ തുടർന്ന് പോവുകയാണ് വേണ്ടത്. വൈകിക്കാൻ പാടുള്ളതല്ല. കാരണം എന്താ? ഫൈദ കബ്ബറ ഫകബ്ബിറു, ഇമാം തക്ബീർ ചൊല്ലിയ ഉടനെ നമ്മളോട് തക്ബീർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇമാമിനെ തുടരാം. ഇമാമിൻ്റെ പ്രവൃത്തിയിലാണല്ലോ ഇമാമിനെ തുടരുക. അവരെ സംബന്ധിച്ചിടത്തോളം തക്ബീർ കേട്ടിട്ട് പോയാൽ മതി. പക്ഷേ ഇമാംമാർ ശ്രദ്ധിക്കണം. നിസ്കരിക്കുന്ന ഇമാംമാരാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.